ഹായ് ഫ്രണ്ട്സ്, ജീവസ് വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു റെസിപ്പിയുമായിട്ടാണ്. ഏതാണെന്ന് കണ്ടു നോക്കിയാലോ? മറ്റാരുമല്ല, നമ്മുടെ മക്രോണി പാസ്ത തന്നെയാണ്. നല്ല സ്പൈസി ആയിട്ടൊരു മക്രോണി പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? പോകാം വീഡിയോയിലോട്ട്. നമ്മുടെ മക്രോണി പാസ്ത നമുക്ക് പലതരത്തിലും പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. നല്ല ക്രീമി ആയിട്ട് ചീസെല്ലാം ഇട്ടിട്ട് പലതരത്തിലും പല ഫ്ലേവറിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. സ്പൈസിയാണേ. നമ്മുടെ മക്രോണി വെന്ത് വരുന്തോറും ഒട്ടിപ്പിടിക്കാനും അത് വിട്ടുപോകാനുമുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഷേപ്പ് മാറാനും. അപ്പം നിറച്ച് വെള്ളം വെച്ചിട്ട് വേണം നമുക്ക് ഈ എൽബോ പാസ്ത വേവിച്ചെടുക്കാനായിട്ട്. ഈ വെള്ളം വെക്കുമ്പോൾ ആ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് ചെയ്യാനായിട്ട്. അതിലോട്ട് ഞാൻ വെള്ളം തിളച്ച് വന്നപ്പോൾ എൽബോ പാസ്ത ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ അടി ഒതുക്കി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇവർ വെള്ളത്തിൽ വീഴുന്ന അപ്പം തന്നെ ഇവർ അടിയിൽ പോയി ഒട്ടിപ്പിടിച്ചിരിക്കാനും അത് അടിയിൽ കത്ത് പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും തിളപ്പിച്ച വെള്ളം മാത്രമേ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമുള്ളൂ കേട്ടോ. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ വീണ്ടും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ഡിഷിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതെ, വെള്ളം കുറവാന്ന് തോന്നുവാണെങ്കിൽ തിളച്ച വെള്ളം ഊറ്റി കൊടുക്കാം കേട്ടോ. അതെ, ഒരു 5 മിനിറ്റ് തിളച്ചപ്പോഴത്തേനും ഈ പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവരെ നമുക്കൊരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി വെള്ളം കളയാനായിട്ട് വെക്കാം. അരിപ്പ പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുക്കുന്നത് ഇവർ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് 2 കൈ കൊണ്ട് പാത്രത്തിൽ പിടിച്ചിട്ട് നന്നായിട്ട് മറച്ചു കൊടുക്കണം. ഇവർ പെട്ടെന്ന് വെന്ത് പോകുന്നൊരു പ്രകൃതമാണ്. അത് നമ്മൾ സ്പൂണിട്ട് തവിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ നിൽക്കരുത്, അതിൻ്റെ ഷേപ്പ് അങ്ങ് പോകും. ഇനി നമുക്ക് സ്പൈസി മക്രോണി പാസ്ത തയ്യാറാക്കുവാൻ വേണ്ട ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരു 5-8 വെളുത്തുള്ളി കൊത്തി അരിഞ്ഞിരിക്കുന്നത്, 2-3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1.5 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയുടെ പീസ് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മീഡിയം വലിപ്പമുള്ള ഒരു സവാളയാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം ഗ്യാസിലോട്ട് വെച്ച് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം, ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഇടാം, അല്ല സാധാ കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കണമെങ്കിൽ അതും ചെയ്യാം. നമുക്ക് ടേസ്റ്റിന് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് വാട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ പിന്നാലെ ജിഞ്ചറും ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾക്ക് അടുത്തതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് ഗ്രേവി പരുവത്തിൽ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഈ സവാള നന്നായിട്ടൊന്ന് വാടി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്കതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ട് വരട്ടി ഒരു ഗ്രേവിയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. അതിനുശേഷമാണ് നമ്മൾ അതിനുള്ളിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്ന 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം ഗരം മസാലയുമാണ് കേട്ടോ. ഒരു 1/4 സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല എരിവുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. ആവശ്യത്തിന് മുളക് പൊടി ചേർത്താൽ മതി. അതെല്ലാം ഒന്ന് മൂത്തൊരു പാകമായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ടൊമാറ്റോ സോസ് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെറിയൊരു ഒരു കുറുകിയ ഗ്രേവി പോലെ ആകാനായിട്ട് അത് നന്നായിട്ടിരുന്ന് തിളച്ച് നന്നായിട്ട് കുറുകണം. കുറുകി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. അതെല്ലാം നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന മക്രോണി അതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഗ്രേവിക്ക് ഉപ്പാണ് കുറവെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്താണോ കുറവെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് പരിഹരിക്കണം. കാരണം നമുക്കിനി ഇതിട്ട് കഴിഞ്ഞാൽ അധികം ഇളക്കാൻ പറ്റത്തില്ല. കാരണം അത് വെന്ത് കഴിഞ്ഞാൽ അധികം ഉടഞ്ഞു പോകും. അതെ, അപ്പോൾ ഞാൻ ഈ ടൈപ്പ് ഓഫ് സ്പാച്ചിലാണ് ഉപയോഗിക്കുന്നത്. ഏത് ടൈപ്പാണെങ്കിലും ഇത് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു എന്താ പറയുക സ്ട്രക്ചർ അത് വെന്ത് ഇങ്ങനെ അതിൻ്റെ ഷേപ്പ് അങ്ങ് മാറും. അത് പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ വരും. അപ്പോൾ അതൊന്ന് ആ വേവ് പാകത്തിന് നിങ്ങൾ വാങ്ങണം കേട്ടോ. എൻ്റെ വേവ് ഒരല്പം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് പയ്യെ നല്ല എന്താ പറയുക ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്ന പോലെ ഒന്ന് സോഫ്റ്റായിട്ട് എടുക്കുക. കുരുമുളക് പൊടി ഇടേണ്ടവർക്ക് ഇടാം,
ഇതെല്ലാം കൂടി ഇടുമ്പോൾ അത്യാവശ്യം സ്പൈസി ആകും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ എൻ്റെ മക്രോണി പാസ്ത സ്പൈസിയാണ്. നിങ്ങൾക്കപ്പം നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുരുമുളക് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഇളക്കലെല്ലാം കഴിഞ്ഞു. ഇനി ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. ആ മല്ലിയില ഒരു നല്ല മണവും ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ നമ്മുടെ മക്രോണിക്ക് തരും. നമുക്കിനി ഇതിന് സെർവിങ് ഡിഷിലോട്ട് മാറ്റി നോക്കാം. മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടുണ്ടാക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പ്, എരിവ്, എണ്ണ ഇതെല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ കറക്റ്റായിട്ട് നോക്കി വേണം കേട്ടോ ചെയ്യാൻ. എൻ്റെ പാകം അല്ലായിരിക്കും നിങ്ങളുടെ പാകം, എൻ്റെ ശരികളല്ലായിരിക്കും നിങ്ങളുടെ ശരികൾ, എൻ്റെ ടേസ്റ്റ് അല്ലായിരിക്കും നിങ്ങളുടെ ടേസ്റ്റ്. എപ്പോഴും അത് ഓർമ്മയിരിക്കണം കേട്ടോ. നല്ല അടിപൊളി സ്പൈസി മക്രോണി പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കാണെങ്കിൽ സ്പൈസി ഇച്ചിരി കുറച്ചിട്ടാൽ മതി. ഇന്നത്തെ എൻ്റെ പാസ്ത റെസിപ്പി സ്പൈസി ആണെങ്കിൽ വീണ്ടും ഞാൻ വരും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ക്രീമി പാസ്തയുമായിട്ട്. കാത്തിരിക്കാം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിർദ്ദേശങ്ങൾക്കും പരാതികൾക്കും കമൻറ്റ് ബോക്സ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം പോയിക്കോളൂ. ബൈ ബൈ. താങ്ക് യു.